അപ്പൊ വെൽക്കം ബാക്ക്. ഞങ്ങൾ ഒരാഴ്ചയിൽ മേലെയായി ഒരു പുതിയ എപ്പിസോഡും കൊണ്ട് വന്നിട്ട്. ഇന്നൊരു അടിപൊളി എപ്പിസോഡാണ് കേട്ടോ. നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ്. ചേട്ടാ, US പോസ്റ്റ് ഓഫീസിൽ ചെന്നാല് പാസ്പോർട്ട് കിട്ടുമോ? US പാസ്പോർട്ട്? Well, that's $1 million question tonight. Where can you acquire a US passport? The entire world, there are around 260 countries, citizens who would like to get a US passport. By the virtue of being born here, our son Marian got his passport. അതുകൊണ്ടാണ് we are doing an episode on US passport. അപ്പം ഇത് എവിടെ കിട്ടും, എങ്ങനെ കിട്ടും, എപ്പം കിട്ടും എന്നുള്ളതിന്റെ ഉത്തരങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. സോ US പാസ്പോർട്ട് ഇവിടെ സാധാരണ നമ്മുടെ നാട്ടിലെ പോസ്റ്റ് ഓഫീസ് പോലെ ഇവിടെയുണ്ട് പോസ്റ്റ് ഓഫീസ്. അപ്പോൾ അവിടെ ചെന്ന് അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ സാധനം കിട്ടും. അപ്പോൾ അതിന്റെ പ്രൊസീജിയേഴ്സ് നമ്മൾ ഈ എപ്പിസോഡിൽ കാണാൻ പോകും. അതിന്റെ കൂടെ പോസ്റ്റ് ഓഫീസ്, US പോസ്റ്റ് ഓഫീസ് എങ്ങനെയാണ്, അതിന്റെ വർക്കിംഗ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾ കാണിക്കാം. അപ്പൊ നമ്മുടെ നാടിനും കളി എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഇവിടുത്തെ സിസ്റ്റം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഞങ്ങളോട് പറഞ്ഞു പുതിയ അമേരിക്കയിലെ പുതിയ വിശേഷങ്ങൾ, ഇവിടുത്തെ നിങ്ങൾ ആരും കാണാൻ സാധ്യതയില്ലാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് കാണണമെന്നാണ് ഞങ്ങളൊരു സർവേ എടുത്തപ്പോൾ ഞങ്ങൾക്ക് അതൊന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ ഈ എപ്പിസോഡിൽ ഞങ്ങൾ US പാസ്പോർട്ടിനെ കുറിച്ചും US പോസ്റ്റൽ ഓഫീസിനെ കുറിച്ചുമാണ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ലെറ്റ്സ് വാച്ച്. So this is a right-hand drive, you see. This is what they call an LLV. Oh, it's called LOV? A long life vehicle. Oh, wow. And so it's easy to drop letters. Oh yeah, it has great steering. Thank you for your service, man. You're reaching us the message. Appreciate it. Oh, absolutely. Anytime. What's your name? Russell. Russell, yeah. Yes, sir. Yeah, that's good. So you drive it from here? Yes, sir. അമേരിക്കയിലുള്ള ഏക റൈറ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടിയാണ് ഈ പോസ്റ്റ് വാൻ ഉപയോഗിക്കുന്നത്. ഞങ്ങളുടെ പോസ്റ്റ് വാനാണ്. അപ്പോൾ ഇതാ നമ്മൾ അമേരിക്കൻ പോസ്റ്റ് ഓഫീസിലെത്തിയിരിക്കുകയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ് ഇഷ്യൂ ചെയ്യുന്ന പാസ്പോർട്ടിന് അപേക്ഷിക്കാനായിട്ടാണ് നമ്മൾ മൈനറായ ഞങ്ങളുടെ കുട്ടിയായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ആൻസി ഇതാ കടന്നു വന്നിരിക്കുന്നു. പോസ്റ്റ് ഓഫീസിൽ ഞങ്ങൾ ഓൾറെഡി പ്രയർ അപ്പോയിൻമെൻ്റ് ഉണ്ട് കൊറോണ കാരണം. അപ്പോൾ ഇവിടെ ഓൺലൈനിൽ ഇത് വേണേൽ എടുക്കാമായിരുന്നു, പക്ഷേ ഇവിടെ ആകുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ നേരിട്ട് കൊടുക്കാമല്ലോ. പിന്നെ നമുക്കിത് എക്സ്പെഡൈറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. 2 ആഴ്ചക്കുള്ളിൽ സംഭവം കിട്ടും. ഇവിടെ നാട്ടിലെ പോലെ പോലീസ് വെരിഫിക്കേഷനൊന്നുമില്ല. നമ്മൾ ആ DS-11 എന്നുള്ള ഫോമിൽ നമ്മൾ ഒപ്പിട്ടം കൊടുക്കുന്നു, സത്യസന്ധമായിട്ട് എഴുതുന്നു. ഇവിടെ നാട്ടിലെ പോലെ എല്ലാം ഒരു ഇൻറ്റഗ്രിറ്റിയുടെ പുറത്താണ് എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നത്. കണ്ടോ, ഞങ്ങളുടെ അപേക്ഷാർത്ഥി വളരെ പ്രതീക്ഷയോടെ ഇരിക്കുന്നു. ഇദ്ദേഹമാണ് ഞങ്ങളെ സഹായിക്കുന്നത്. ഓൾറെഡി ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചിരുന്നു. അപ്പോൾ യൂട്യൂബർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു റെസ്പെക്റ്റാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒരു ഫെഡറൽ ഫെസിലിറ്റി ആണെങ്കിലും ഞങ്ങളെ ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ അവർ അനുവദിച്ചു. അപ്പോൾ ഞങ്ങളിവിടെ അപേക്ഷ സമർപ്പിച്ചു. പ്രതീക്ഷയോടെ ഞങ്ങളിന്ന് പോവുകയാണ്. ഇത് പാസ്പോർട്ടിൻ്റെ സെക്ഷൻ തന്നെയുണ്ട്. അപ്പോൾ ഇതേ അവസരത്തിൽ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിൻ്റെ പ്രയത്നങ്ങളും സേവനങ്ങളും കുറച്ച് കാണുന്നില്ല. 2 വാക്ക് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇന്ത്യൻ പോസ്റ്റൽ സിസ്റ്റത്തിനെ ഞാൻ ഒട്ടും കുറച്ച് കാണുന്നില്ല ഈ അവസരത്തിൽ. ബിക്കോസ് വിത്ത് എ 15 പൈസ കാർഡ് യു ക്യാൻ പോസ്റ്റ് എ 15 പൈസ കാർഡ് ഇൻ കാശ്മീർ ആൻഡ് ഇറ്റ് വിൽ റീച്ച് കന്യാകുമാരി അറ്റ് ദ കോസ്റ്റ് ഓഫ് 15 പൈസ ബാക്ക് ഇൻ ദ ഡേയ്സ്. ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് അപ്പം ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ ആ ഒരു പോസ്റ്റ് കാർഡിൻ്റെ ഒരു മഹത്വത്തെക്കുറിച്ച് ഞാൻ ഓർത്തു പോവുകയാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ അമേരിക്കയിൽ ഇപ്പോഴും ഇവിടുത്തെ ആൾക്കാർ, എസ്പെഷ്യലി ദ അമേരിക്കൻസ്, ദേ റൈറ്റ് ലെറ്റേഴ്സ്, ദേ വിഷ് ഈച്ച് അതർ. എസ്പെഷ്യലി ക്രിസ്മസിനൊക്കെ അവർ ഒത്തിരി എഴുത്തുകൾ എഴുതും. നമ്മുടെ നാട്ടിൽ ആ സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇപ്പം ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി വി വിഷ് ഓൺ ദ ഫോൺസ്. സോ എന്തുകൊണ്ടാണ് ആ 15 പൈസയുടെ മഹത്വം ഞാൻ പറഞ്ഞത്? സർക്കാരിന് ആ ഒരു 15 പൈസയുടെ കാർഡ് കാശ്മീരിൽ നിന്ന് കന്യാകുമാരി എത്തിക്കാൻ മേ ബി ഒരു 100-150 രൂപയുടെ മുതൽ മുടക്കുണ്ട്. പലരാലും അത് കൈപ്പിടിച്ച് പല ട്രെയിൻ കയറി. പക്ഷേ ദേ ആർ ഡൂയിങ് ഇറ്റ് സോ ദാറ്റ് എവറിബഡി ഈസ് ട്രീറ്റഡ് ഈക്വൽ. സോ ഈവൻ ദ പൂറസ്റ്റ് ടു ദ പൂർ പീപ്പിൾ ക്യാൻ സെൻഡ് എ മെസ്സേജ് ഫ്രം ക്രിസ് ക്രോസ് ഇന്ത്യ. അപ്പം നമ്മുടെ വീട്ടിലെ അഡ്രസ്സ് പബ്ലിഷ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് പോസ്റ്റ് ഓഫീസിൽ തന്നെ ഒരു പ്രൈവറ്റ് ആയിട്ടൊരു മെയിൽ ബോക്സ്, ബാങ്കിലൊക്കെ നമ്മൾ ലോക്കർ എടുക്കുന്ന പോലെ ഒരു പ്രൈവറ്റ് ആയിട്ടൊരു മെയിൽ ബോക്സ് ഇവിടെ എടുക്കാം. അതൊരു നമ്പറായിരിക്കും. അപ്പോൾ ആ നമ്പർ അടിസ്ഥാനത്തിൽ നമുക്ക് ഇവിടെ മെയിൽ വരും. ഇപ്പോൾ വീട്ടിൽ നിന്ന് ബിസിനസ് ചെയ്യുന്നവർക്ക് പോസ്റ്റ് ഓഫീസിലൊരു മെയിൽ ബോക്സ് ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. കാരണം നമ്മുടെ വീടിൻ്റെ അഡ്രസ്സൊന്നും പബ്ലിഷ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ അമേരിക്കൻസ് ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. ഒരു സിറ്റി വന്നു കഴിഞ്ഞാൽ പല അഡ്രസ്സ് വെച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും താമസം മാറ്റും. അപ്പോൾ അവർക്കാണെങ്കിലും ഇങ്ങനെയുള്ള മെയിൽ ബോക്സ് ഉപകാരപ്രദമാണ്.
അപ്പോൾ അതുകൊണ്ട് മെയിൽ ബോക്സ് ഇവിടെ സാധാരണ ഒരു എല്ലാവരുടെയും കാണും, ഒരു മെയിൽ ബോക്സ് കാണും. പോസ്റ്റ് ഓഫീസിൽ വന്ന സ്ഥിതിക്ക് നമ്മളിവിടുത്തെ മെയിൻ ആളെ ഒന്ന് പോയി കണ്ടു. ഇവിടുത്തെ പോസ്റ്റ് മിസ്ട്രസ് പുള്ളിക്കാരത്തി ഇവിടുത്തെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഫങ്ഷണാലിറ്റീസൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ഇവിടെ സാധനങ്ങളൊക്കെ ഓൾറെഡി വെച്ചിട്ടുണ്ട്, പാക്കിങ്ങും കാര്യങ്ങളുടെയൊക്കെ എല്ലാം സെൽഫ് സർവീസാണ്. നമ്മൾ തന്നെ എടുത്ത് നമ്മൾ തന്നെ ഇവിടെ നമുക്ക് പോസ്റ്റ് ചെയ്തിട്ട് പോകാം, ആരുടെയും സഹായം ഇല്ലാതെ. പിന്നെ സ്റ്റാമ്പൊക്കെ നമുക്ക് തന്നെ കമ്പ്യൂട്ടർ വഴി മേടിക്കാൻ പറ്റും. ക്യാമറ ഒക്കെ ഉണ്ട്, എങ്കിലും ഇവിടെ എല്ലാം സിൻസിയറിറ്റിയുടെയും ഒരു ഒതൻറ്റിസിറ്റിയുടെയൊക്കെ. പാസ്പോർട്ടിൻ്റെ അപേക്ഷ സമർപ്പിച്ച സന്തോഷത്തിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് ഞങ്ങൾ അവിടുന്ന് പതുക്കെ പിരിയുകയാണ്. ഈ കാണുന്നതൊക്കെ പോസ്റ്റൽ വർക്കേഴ്സിൻ്റെ പേഴ്സണൽ വെഹിക്കിളാണ്. അവരിവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ജോലിക്ക് പോകുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ റൈറ്റ് ഹാൻഡ് സൈഡ് വെഹിക്കിൾ. ഇപ്പോൾ ഇതിമേ ഹീറ്റിങ്ങും കൂളിംഗ് സിസ്റ്റം ഒന്നുമില്ല. അപ്പോൾ വേനലിലും വിൻ്ററിലും ഒക്കെ ഇച്ചിരി ടഫാണ്. ഇറ്റ്സ് എ ചാലഞ്ചിങ് ജോബ് ആസ് എ മെയിൽ ഡെലിവറി ഗായ്. നമ്മുടെ നാട്ടിൽ സൈക്കിളിൽ പോകുന്നതിന് വരെ ഇതുമേലാണ് ഇവരുടെ യാത്ര. അപ്പോൾ ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ ഇതെല്ലാം ഡോക്യുമെൻ്റഡ് ആണ്. ഇവരെവിടെ എത്തി, എത്ര നേരം കൊണ്ട് ഡെലിവറി നടത്തുന്നു എന്നൊക്കെ ഇവിടെ ഡോക്യുമെൻ്റാണ്. ഇതുണ്ട് കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ ബിസിനസ് കോംപ്ലക്സിൻ്റെ ബാക്കിൽ ഇതുപോലെ ട്രാഷ് ഡ്രംസ് ഉണ്ട്. അതിനകത്താണ് എല്ലാവരും കൊണ്ട് ട്രാഷ് ഇടുന്നത്. അതുകൊണ്ടാണ് അമേരിക്ക ഇങ്ങനെ ക്ലീൻ ആയിട്ടിരിക്കുന്നതിൻ്റെ പ്രധാന കാര്യം. നമ്മുടെ പോസ്റ്റ്മാൻ റസൽ പാസ്പോർട്ട് ഇട്ടിട്ടുണ്ടോ, പാസ്പോർട്ട് വന്നോ എന്ന് എന്നും രാവിലെ ഞാൻ തുറന്ന് നോക്കും. ബില്ലുകളും കുറച്ച് പരസ്യ സംഭവങ്ങളും കിട്ടാറേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രദേശത്തെ ന്യൂസ് ലെറ്റേഴ്സ്, പിന്നെ 1 എടുത്താൽ 2, 2 വെച്ചാൽ 3 എന്ന് പറഞ്ഞ് കുറേ പരസ്യങ്ങളും കൂപ്പൺസാണ് ഇവിടെ. അത് ഇവിടുത്തെ അമ്മച്ചിമാരൊക്കെ ഇതും പെറുക്കിക്കൊണ്ട് ചെല്ലും. ഇത് കണ്ടോ, പഴയ കാലത്ത് പോസ്റ്റ് ബോക്സാണ്. അതുമേലൊരു റെഡ് ഹാൻഡിലുണ്ട്. നമുക്ക് എഴുത്ത് പുറത്തോട്ട് ഔട്ട് ഗോയിങ് മെയിൽ ആ റെഡ് ഹാൻഡിൽ പൊക്കി വയ്ക്കുകയാണെങ്കിൽ പോസ്റ്റ്മാൻ അത് മനസ്സിലാക്കി നമുക്ക് ഇടാനുള്ള എഴുത്ത് പുള്ളി എടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് വരാനുള്ള എഴുത്ത് പുള്ളി അതിനകത്ത് ഇട്ടോളും. കണ്ടോ, ചിലത് ഇഷ്ടിക വെച്ച് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് പഴയ കാലത്തെ മെയിൽ ബോക്സ്. എല്ലാ വീടിൻ്റെയും വാതിക്കലുണ്ട്. ഇപ്പോൾ അതൊക്കെ പോയിട്ട് എല്ലാവരുടെയും കൂടെ ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്ത് ഒരു സ്ഥലത്താണ് ഇപ്പോഴത്തെ മെയിൽ ബോക്സ്. അപ്പോൾ നിങ്ങൾ ഇതും കാണിച്ചു. ചിലർ വളരെ പേട്രിയോട്ടിക് ആയുള്ളവർ പതാകയൊക്കെ വെച്ച് അതിൻ്റെ തൊട്ട് വാതൊക്കെ കണ്ടോ, എപ്പോഴും ഗോഡ് ബ്ലെസ് അമേരിക്ക എന്നുള്ളൊരു സ്പിരിറ്റാണ് ഇവിടെ. ഇതാണ് നമ്മൾ പറഞ്ഞ മയിൽ വാഹനം. കണ്ടോ, ഇവരുടെ വണ്ടി കണ്ടോ. ഇതിപ്പോൾ ഇതുമേ പുള്ളി രാവിലെ എല്ലാം കളക്ട് ചെയ്ത് അത് സ്ട്രീറ്റ് അനുസരിച്ച് അത് അവർ ഓൾറെഡി സെഗ്മെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ എന്നിട്ട് ഇവരിങ്ങനെ നല്ല രസമാണ് ഇവരിങ്ങനെ പോകുന്നത് കാണാൻ. എല്ലാം പല പല ദേശങ്ങളിലേക്ക് ഇങ്ങോട്ട് പോകും. അത് റൂറൽ ഏരിയ ക്ലർക്കുണ്ട്, പിന്നെ സിറ്റി ക്ലർക്കുണ്ട്. അപ്പോൾ ഈ റൂറൽ ഏരിയ ക്ലർക്കിന് 7 മണിക്കൂറിനുള്ളിൽ പുള്ളിക്ക് വേണേൽ 4 മണിക്കൂർ കൊണ്ട് ഓടി സാധനങ്ങൾ തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്ക് 8 hours പെർ ഡേ പേയ്മെൻറ്റ് കിട്ടും, ആസ് ലോങ് ആസ് ഹി ഫിനിഷസ് ഡെലിവറിങ് ഓൾ ദ മെയിൽസ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇവരുടെ ഈ കഥകളൊക്കെ. പോസ്റ്റ്മാന്മാരെ ഇവിടെ പട്ടി കടിച്ച ചരിത്രമുണ്ട്. പിന്നെ പലരും ഇവർക്ക് കുക്കീസൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ഇവർ വലിയ കാര്യമാണ്. ഇവർ എല്ലാ വീടുകളിലും കയറി ഇറങ്ങണമല്ലോ. ഈ റൂറൽ ഏരിയ വന്നു കഴിയുമ്പോൾ ഒരു വീട് കഴിഞ്ഞാൽ പിന്നെ 1 ഏക്കർ കഴിഞ്ഞാൽ അടുത്ത വീട്. അപ്പോൾ ഇവർ വണ്ടി ഓടിച്ച് ഇങ്ങനെ പോകും. രസമാണ് ഇവരുടെ കഥകളൊക്കെ. ൻ്റെ പോക്ക് കണ്ടോ. നമ്മൾ ഇന്ന് രാവിലെ കൂടെ പറഞ്ഞതല്ലോ ഈ പുള്ളിയെ കണ്ടില്ലല്ലോ എന്ന്. ഇന്നത്തെ മട്ട് കണ്ടിട്ട് എന്തോ എൻ്റെ നമ്പറിൽ എന്തോ പുള്ളി ഇടുന്നുണ്ട്. ഏതായാലും പുള്ളി പോയി കഴിഞ്ഞിട്ട് നോക്കാം. കാരണം ഇവിടെ ഇതൊക്കെ എല്ലാം പ്രൈവസിയാണ്. അത് ആർക്കും ഇഷ്ടമില്ല. അങ്ങനെ പുള്ളി മെയിലിടുമ്പോൾ ആരും അങ്ങനെ പോയി എടുക്കാറില്ല. കാരണം പലരുടെയും പേരുകൾ, പലരുടെയും ഇൻഫർമേഷൻസ് ഉണ്ട്. ഇവിടെ എഴുത്തൊന്നും ഇപ്പം നമുക്ക് അബദ്ധവശാൽ എഴുത്ത് കിട്ടിക്കഴിഞ്ഞാൽ കയ്യോടെ കൊണ്ട് അവിടെ തിരിച്ചിടുകയോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ. അപ്പോൾ ഏതായാലും നമ്മുടെ റസൽ ചേട്ടൻ വന്ന് പോവുകയാണ്. നമുക്ക് ഇത് നോക്കാം എന്താണ് സ്ഥിതി. അപ്പോൾ പുള്ളി വന്നു, ഇതിനകത്തൊക്കെ എഴുത്ത് നിറച്ചു. കണ്ടോ, നമുക്ക് എഴുത്തിടാനുണ്ടെങ്കിൽ ഔട്ട് ഗോയിങ് മെയിലിൽ ഇട്ട് വെച്ചേക്കാം. എല്ലാവർക്കും ഓരോന്നുണ്ട്. ഇനി വലിയ പാക്കറ്റ്സ് വരുവാണെങ്കിൽ ഇതിനകത്തിട്ട് വയ്ക്കും. എന്നിട്ട് ഇതിൻ്റെ താക്കോൽ നമ്മുടെ ഇതിനകത്ത് കൊണ്ടിടും. ഇപ്പോൾ ഈ നമ്മുടെ ലെക്സസ് മേടിച്ചിട്ട് എങ്ങും പോകാൻ എത്തിയിട്ടില്ല. എന്നാൽ പാസ്പോർട്ട് വന്നപ്പോൾ അതെങ്കിലും എടുക്കാനൊന്ന് പോയേക്കാം. 25 മീറ്റർ ദൂരെയുള്ള പോസ്റ്റ് ബോക്സിലേക്ക് ഇതാ ലെക്സസിൽ മരിയൻ്റെ പാസ്പോർട്ട് എടുക്കാൻ പോവാം. അങ്ങനെ നമ്മൾ ഇന്നാൾ അപേക്ഷിച്ച പാസ്പോർട്ട് വന്നിരിക്കുകയാണ്. കണ്ടോ, മരിയൻ്റെ പാസ്പോർട്ടാണ്. യുവർ ജേർണി ബിഗിൻസ് വിത്ത് യൂസ് പാസ്പോർട്ട്. ഓക്കെ, അവിടെ നമ്മുടെ പയ്യൻ്റെ ഫോട്ടോ നോക്കണം.
ആധാർ കാർഡ് പോലെയൊന്നുമല്ല, നല്ല കുട്ടപ്പൻ. വെരി ഗുഡ്. അപ്പോൾ അത് അടച്ചേക്കാം. അതാണ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ്. ഓക്കെ ഗായ്സ്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ഹോട്ട് ടോപ്പിക് അഫ്ഗാനി റെഫ്യൂജീസാണ്. ഈ അഭയാർത്ഥികളായ അസൈലം സീക്കേഴ്സിനെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്ന G7 രാഷ്ട്രങ്ങളുടെ ഈ ആറ്റിറ്റ്യൂഡിനെ നമ്മൾ സല്യൂട്ട് ചെയ്യുന്നു. അപ്പം എന്തെങ്കിലും ആകാനല്ല, ഒരു നന്മ ചെയ്ത് കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ആഹ്വാനം ഈ എപ്പിസോഡിലെ ഒരു കുഞ്ഞു സന്ദേശമായിട്ട് നൽകിക്കൊണ്ട് ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.